ഫണ്ടൂസ് നഗറിലെ ജയിൽ സ്പോർട്സിലേക്ക് നിങ്ങൾ എവിടെയും സ്വാഗതം ചെയ്യുക. ആദ്യത്തെ മത്സരം ദേ ഇപ്പൊ തന്നെ തുടങ്ങൂട്ടാ. തടവുകാരുടെ 100 മീറ്റർ റേസ്. ഇന്നത്തെ ഈ റേസില് തടവ് പുള്ളി നമ്പർ 840 കില്ലാടി സിംഗും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എല്ലാ റേസുകളിലും ജയിച്ചു വരുന്ന ആളത്. അപ്പൊ എല്ലാരും കൂടി ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. പോലീസ് മാഡം അതാ നോക്കിയാട്ടെ, ബഹാദൂർ അങ്കിൾ പിസ്റ്റൽ പിടിച്ച് കിടുകിടാ വിറക്കാണല്ലോ. എടോ ബഹദൂറെ, താൻ എന്താ നോക്കി നിൽക്കുന്നത്? ഇത് ശരിക്കുള്ള തോക്കൊന്നുമല്ലല്ലോ. ഫയർ! ഞാൻ ശ്രമിക്കുന്നുണ്ട് മാഡം, പക്ഷെ എനിക്ക് പേടിയായിട്ട് വയ്യെന്ന്. ഞാൻ ഇന്നേവരെ ശരിക്കും തോക്കെടുത്ത് വെടി വെച്ചിട്ടില്ല. ബൈ ബൈ. ഇയാള് കൊള്ളാമല്ലോ. അതെന്തായാലും കലക്കി. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ കില്ലാടി സിംഗ് തന്നെയാണ്. പൊളിച്ചൂട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാരും ശ്വാസം അടക്കി പിടിച്ചിരുന്നോട്ടോ. അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഒരു ഇവന്റ് ഫണ്ടൂസ് നഗർ ജയിലിൽ ആദ്യമായി ഇത് നടക്കാൻ പോകുന്നു. പോൾ ജംപ്. പോലീസ് മാഡം വീണ്ടും ബഹാദൂർ അങ്കിൾ പിസ്റ്റലും പിടിച്ചു നിന്ന് വിറക്കാൻ തുടങ്ങിയല്ലോ. അദ്ദേഹത്തിന് പകരം ഞാൻ ചെന്ന് ഫയർ ചെയ്തോട്ടെ. ഇതൊക്കെ ചോദിക്കാനുണ്ടോ? താങ്ക് യു. എന്റെ ബഹാദൂർ അങ്കിളെ, ഞങ്ങൾ എത്ര വട്ടമായി പറയുന്നു ഇത് യഥാർത്ഥ തോക്കല്ലെന്ന്. ഇന്ന് ഈ ഒരു ഈവന്റിന് വേണ്ടിയാണ് ഞാൻ കാത്തു നിന്നത്. ഇതാണ് കില്ലാടിയുടെ വിജയം, ബാക്കിയുള്ളവർക്ക് പരാജയം. അയ്യോ, അതാ കിലാടി സിംഗ് രക്ഷപ്പെട്ടു പോയി. എന്തൊരു ധിക്കാരം! അവൻ നമ്മളെ ചതിച്ചല്ലോ. പിടിക്കട അവനെ. യമ്മി! ഉരുളക്കിഴങ്ങ് പോണ്ട, സമൂസ, പിന്നെ പുതിന ചട്നി, ഇതൊക്കെ കഴിച്ചിട്ട് എത്ര നാളെന്നറിയാമോ? കൊള്ളാം, നല്ല സ്വാദുണ്ട്. എടാ, നിന്നെ ഇന്ന് ഞങ്ങൾ ഒരു ചമ്മന്തി പരുവമാക്കുന്നുണ്ട്. ഞാനാണ് കളിക്കാരിൽ നമ്പർ 1. എന്നെ ആർക്കും പിടികൂടാനാകില്ല. എടോ ബഹദൂർ സിംഗെ, ഒന്ന് ബ്രേക്ക് ചവിട്ട്. എടോ വിഡ്ഢി, എന്തിനാ ഇങ്ങനെ ബ്രേക്ക് ചവിട്ടുന്നത്? ഇതെന്റെ സ്റ്റൈലാണ് മാഡം. ഓ, ഇതാരാ ബഹദൂറോ? സുഖാണോ? എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. നീ പേടിക്കണ്ട ബഹാദൂർ അങ്കിൾ, ഞങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞു. താങ്ക്സ് ഉണ്ട് കേട്ടോ പോലീസ് മാഡം. എന്റെ മെറ്റൽ ഹാറ്റ് ഇപ്പൊ ഉപകാരപ്പെടും അമ്മാവാ. ഞാൻ സൈക്കിൾ റേസിംഗിൽ ചാമ്പ്യനാണെന്ന് അറിയില്ല അല്ലേ? എന്നെ ആർക്കും പിടിക്കാൻ സാധിക്കില്ല. അമ്മാവാ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. ആ കിലാടി സിംഗിനെ എങ്ങനെയെങ്കിലും റേറ്റിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കൂ. അതിനെന്താ, ഇപ്പൊ ശരിയാക്കി തരാം. വെൽ ഡൺ അമ്മാവാ. എടോ, ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അനന്തരവനെ, കിലാടി സിംഗിനെ എന്തിനാ ആ ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത്? കാരണം മുന്നിലത്തെ വഴി അടഞ്ഞിരിക്കുക. ഫണ്ടൂസ് നഗറിന്റെ നദി മാത്രമേ കൊള്ളാം ഉള്ളൂ. അനന്തരവനെ, യു ആർ ഗ്രേറ്റ്.
നീ അങ്ങോട്ട് പോയി രക്ഷപ്പെടും ഗിലാഡി അങ്കിൾ. അതെ മണ്ട ശിരോമണികളെ, നീന്തലിൽ ഞാനൊരു ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന കാര്യം മറന്നുപോയോ? ഞങ്ങളൊന്നും മറന്നിട്ടില്ല, മറിച്ച് നിങ്ങളാണ് മറന്നിരിക്കുന്നത്. ഈ നദിയിൽ ഭീകരന്മാരായ മുതലകളുണ്ട്. എന്റെ ഗിലാഡി അങ്കിളെ, നിങ്ങൾ അത് മറന്നതാണോ? നിങ്ങളൊരു ബോക്സിംഗ് ചാമ്പ്യനും കൂടിയാണ്. ഇപ്പോഴാ ഓർമ്മ വന്നത്. താങ്ക്സ് മോനെ, താങ്ക്സ്. ഏയ് മുതലകളെ, തോൽവി സമ്മതിക്ക്. ഞാനൊരു ബോക്സിംഗ് ചാമ്പ്യനാണ്, ചാമ്പ്യൻ. ഈ മലമണ്ടനെ അറിയില്ല. ഞാനാണ് ഈ നദിയിലെ ഈറ്റിംഗ് ചാമ്പ്യൻ. എന്റെ കയ്യിൽ നിന്ന് ഒരു ഈര പോലും ഇന്നെ വരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്ത് വൃത്തികെട്ട സ്മെല്ലാണ് ഇത്. ഇതുവരെ ജീവിതത്തിൽ പല്ല് തെച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. ഇവറ്റകളുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. ബൈ. ഓടിക്കോ കില്ലാടി സിംഗ്. അനന്തരമാ, നീ എന്തിനാടാ എനിക്കിവിടെ വല വരിച്ചത്? എടാ കള്ളൻ സിംഗേ, നിൽക്കടാ അവിടെ. എന്റെ ജീപ്പും എടുത്ത് എങ്ങോട്ടാടാ? നിക്കടാ അവിടെ. അത് കൊള്ളാം. ആ മുള കണ്ടപ്പോ മനസ്സിലൊരു കിടിലൻ ഐഡിയ ഉദിച്ചിട്ടുണ്ട്. എന്റെ ബുദ്ധി അപാരമാണ് മേഡം. ഗിലാഡി സിംഗ്, നിങ്ങൾക്കിനി രക്ഷയില്ല. കില്ലാടിക്ക് വിജയം, ബാക്കിയുള്ളവർക്ക് പരാജയം. കില്ലാടിക്ക് വിജയം, ബാക്കിയുള്ളവർക്ക് പരാജയം. സ്പോർട്സ് ആണോ? ഓഹോ, അപ്പൊ ഇതെന്റെ പ്ലേ ഗ്രൗണ്ട് തന്നെയാണ്. ഇങ്ങ് വാനന്തരവാ, ഇനി നിന്നെ രക്ഷിക്കാനാവില്ല. വിഡ്ഢിത്തം പ്രവർത്തിക്കരുത് മോനെ. നിനക്കൊരിക്കലും എന്നെ പിടിക്കാനാകില്ല. കില്ലാടി എന്നാണ് എന്റെ പേര്. മികച്ച കളിക്കാരൻ ആരാണെന്ന് ഇനി കാലം തന്നെ തെളിയിച്ചു കാണിക്കും. കില്ലാടിക്ക് വിജയം, ബാക്കിയുള്ളവർക്ക് പരാജയം. എടാ, നീ എന്റെ അനന്തരവനെ അടിച്ചു അല്ലേ? അയ്യോ, ഈ ഗെയിം തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചേ പറ്റൂ. ഐഡിയ. അമ്മാവാ, നമ്മളവിടെ കളിക്കാൻ വന്നതല്ല, ഗിലാഡി സിംഗിനെ പിടിക്കാൻ വന്നതാ. ഇനി നിങ്ങളുടെ റാക്കറ്റ് സൂത്രം ഒന്ന് പ്രയോഗിക്ക്. അമ്മാവാ, പ്ലാൻ ബി. ഓക്കേ അനന്തരവാ.
ഇതാ മാഡം നിങ്ങളുടെ കുറ്റവാളി, ഇവനെ അറസ്റ്റ് ചെയ്തോളൂ. അതെ അനന്തരവ, തീർച്ചയായിട്ടും അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. നടക്കടോ കിലാടി, ബാക്കിയൊക്കെ ഇരുമ്പഴിക്കുള്ളിലാവാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ അമ്മാവാ? പെർഫെക്റ്റ്. ഓക്കെ അനന്തരവാ.